വിളിക്കാം. സ്റ്റേജിനോട് ചേർന്ന് നിൽക്കാൻ കുറച്ചൊന്ന് പുറകിലേക്ക് രണ്ടുപേരും ഒന്ന് പുറകിലേക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് എല്ലാവരും ഓക്കെ ശരി ഓക്കെ. തിരക്കും പാടില്ല. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ബഹുമാന്യനായ അരുവിക്കര മണ്ഡലം കമ്മിറ്റിയുടെ ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്റെ കൂടെ ഉണ്ടായിരുന്നു കണ്ടിട്ടില്ലേ? അടുത്ത ആതിര വരൂ. സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് നിങ്ങൾ വോട്ട് ചെയ്യുന്ന തന്നെയാണ്. അപ്പൊ ഈ കപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ കപ്പ് കാണിക്കട്ടെ. ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോരാടി വാങ്ങിച്ച കപ്പാണ് കേട്ടോ, അല്ലേ? അത് ഇവിടേക്ക് കൂടുതൽ ലൈവ് കാണുന്നവർക്ക് ചിലപ്പോ മനസ്സിലായിരിക്കാം. ലൈവ് കാണുന്ന എത്ര പേരുണ്ട് അല്ലേ? മനസ്സിലായി നമ്മിപ്പോൾ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇതാണ് എനിക്ക് കിട്ടിയ കപ്പ്. ഇത് നിങ്ങൾക്കുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. ആര്യനാട് എന്ന് പറയുന്ന സ്ഥലം ഞാൻ പരിചയപ്പെടും. അപ്പോൾ ആര്യനാടല്ല, ഇത് എന്റെ മാമൻ ഉൾപ്പെടെ എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എന്താ വോട്ടൊക്കെ ചോദിച്ച് എന്നെ വോട്ട് ജയിപ്പിച്ച് ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് സിനിമ ഒരുപാട് കഷ്ടപ്പെട്ടു. സിനിമ മാത്രമല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചു. ഇതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ അതായത് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് വോട്ട് ചെയ്തോ? നിങ്ങൾ ചെയ്തോ? അപ്പൊ നിങ്ങളാണ് ശരിക്കും എന്റെ PR അല്ലേ? പിന്നെ എന്തിനാ എല്ലാരും PR എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത്? കേട്ടില്ല. അതാണ് അസൂയക്ക് പുഷ്പി മരുന്നില്ലെന്ന് പറയുന്നത് കറക്റ്റ് ആട്ടോ, അല്ലേ? ശരിക്കും എന്റെ PR നിങ്ങളാണ്, അല്ലേ? എനിക്കറിയാം നിൽക്കുന്നവരൊക്കെ എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല, വേറെ ആൾക്കാർ വോട്ട് ചെയ്യുന്നു. എനിക്കത് പ്രശ്നമില്ല. ഓരോരുത്തരും ഇഷ്ടപ്പെടാന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അതെനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയാണ്, ആര്യനാട് കാര്യം നോക്കി ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു, ഒരുപാട് സന്തോഷിക്കുന്നു. ഞാൻ ഇങ്ങനെ എങ്ങോട്ടേലും പോയാൽ പോലും ഞാൻ ആര്യനാടാണ് എന്റെ സ്ഥലം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് ആര്യനാട്. ആര്യനാട് സത്യം ഒരുപാട് പേര്
ചേരപ്പള്ളിയോ? ഞാൻ ആരുടെ ചേരപ്പള്ളിയിൽ താമസിക്കുന്നതോടെ എല്ലാ കാര്യവും ചേരപ്പള്ളിയിലാണുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? ആ, എല്ലാവർക്കും അറിയാം. ഈ നാട്ടുകാർക്കും ഈ പുറത്തുള്ളവർക്ക് പോലും അറിയാം. ഇത് അബുദാബിയിൽ വരെ എനിക്ക് മൊമെന്റ് ആയിട്ട് വന്നിരിക്കുകയാണ് ദർശനത്തെയും നസീർക്ക അല്ലേ? അതെ, നസീർക്ക ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. പിന്നെ വേറെന്താ? അപ്പൊ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ചേട്ടൻ മാത്രം കേട്ടോ. കൂടെ 3 പേർക്ക് സംസാരിക്കാണ്ട്. അവർ സംസാരിക്കുന്നില്ല, കാരണം നിങ്ങൾക്കറിയാം സ്റ്റാർ മാജിക്കിലൂടെ കണ്ട ആർട്ടിസ്റ്റുകളാണ്. എവിടെ അമീനും ഡയാനയും ആദിലും എന്റെ നല്ല 3 പേര് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ വിളിച്ചപ്പോ ഇവിടെ എത്തിയ എന്താ പറയുക, ഞാൻ ഫോൺ മെസ്സേജ് അയച്ചേ ഉള്ളൂ അല്ലേ, വരാൻ പറ്റുമോ? നിന്നോ എന്നെ കാണാമോ? ആദ്യം തന്നെ നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. എന്റെ സൗണ്ട് പോയിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഹലോ, രാത്രി എവിടെയും പോവാണ്ടൊന്നും ഇരിക്കണ്ട. ആരുടെ പവർ എന്താന്ന് കാണിച്ചു കൊടുക്കും എന്റെ ഫ്രണ്ട്സിന്. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്, ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. ആ ടൈമില് മഠത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയുക നന്മ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വീകരണം തന്നതിൽ. ഒപ്പം ഇപ്പോൾ നമ്മുടെ ഏഷ്യത്തിലെ ബിഗ് ബോസ് സീസൺ 7 ടൈറ്റിൽ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു. അതിൽ എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം. അതും എൻ്റെ നാട്ടിൽ, അതും ആര്യനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ആര്യനാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പിന്നെ ആര്യനാട് അനുമോൾ എന്നാണ് കളിയാക്കുന്നില്ല, ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്. അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളോ? ഞങ്ങളും അഭിമാനിക്കുന്നു. അഭിമാനിക്കുന്നു. ഇവിടുത്തെ നാട്ടുകാർക്കാണോ? അല്ല, ഒന്നും ആര്യനാടല്ലാന്ന് എനിക്ക് മനസ്സിലായി. പവറില്ലാത്തത് കൂവി കാണിച്ചു കൊടുക്കോ? എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചതിൽ എൻ്റെ സ്വന്തം ആര്യനാട് എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയല്ല കേട്ടോ, സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ഈ നിൽക്കുന്നവരെയും എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ്. എല്ലാവരും ആ മുഖത്ത് ചിരി കാണുമ്പോൾ മനസ്സിലാവും കുഞ്ഞിലെ മുതലേ ഞാനിവിടെ ജനിച്ചു വളർന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് പേര്, കാരണം എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലൊക്കെ എന്നെ കാണാൻ വേണ്ടിയൊക്കെ വന്നിരിക്കുന്നുണ്ടാവും അല്ലേ? ആണ്. അബുദാബി സ്റ്റേജിൽ ഞാൻ താഴെ കിടക്കും കേട്ടോ. നാളെ പ്രോഗ്രാമാണ്. ആരും തള്ളരുത്. എന്നെ കാണാമോ? അമ്മ മാറ്റുന്നുണ്ട്. അതെ, അമ്മ സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ.